എഴുന്നേറ്റാട്ടെ, വീണ്ടും അധ്വാനിച്ചാട്ടെ. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, നിന്റെ പറമ്പിൽ 1 ഇഞ്ച് ഭൂമി പോലും തരിശ് നിലമായി കിടക്കല്ല. ഒരിക്കൽ കൂടെ സ്തോത്രം, അതെ, നിന്റെ ഭവനത്തിന് ചുറ്റും സ്തോത്രം, അതെ, 1 ഇഞ്ച് ഭൂമി പോലും തരിച്ച് നിലമായി കിടക്കല്ല. ഞങ്ങളെ കഴിഞ്ഞ ഇടയ്ക്ക് രമേഷ് കോശി ബ്രദറിന്റെ വീട്ടിൽ പോയി. 2 ഏക്കർ സ്ഥലമാണ് ആ നല്ല റോഡിന്റെ സൈഡിൽ കിടക്കുന്നത്. സ്തോത്രം, കൃഷി ചെയ്ത ക്യാമറ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, 1 ഇഞ്ച് സ്ഥലം പോലും സ്തോത്രം വെറുതെ കിടക്കല്ല. പറഞ്ഞാട്ടെ, 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ കിടക്കല്ല. നമ്മുടെ മലയാളികളെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, തമിഴ്നാടുകാരന്റെ വാഴക്കൊല കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. തമിഴ്നാടുകാരന്റെ ബീഫും ചിക്കനും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ യേശുവിൻ നാമത്തിൽ ഖമാൺ, എല്ലാ സോംബേരി പിശാചും എന്ന് പറഞ്ഞാൽ എല്ലാ അലസതയും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റുമുള്ളതായ സകലതും സ്തോത്രം 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ ഇടാതെ പകരം ദൈവത്തിന്റെ കൃപയാൽ കൃഷി ചെയ്താട്ടെ. 10 കോഴിയെ വളർത്തിയാട്ടെ. ഇൻ ജീസസ് നെയിം സ്തോത്രം. അതെ, മഹത്വം വ്യാപരിക്കട്ടെ, മഹത്വം വ്യാപരിക്കട്ടെ. ഞാൻ വിളിച്ചു പറയട്ടെ, സെൽഫ് സഫിഷ്യന്റ് ഫാമിലിയായി ദൈവകൃപയാൽ ദൈവത്തിന്റെ ജനം എഴുന്നേൽക്കട്ടെ. സെൽഫ് സഫിഷ്യന്റ്. വായ്? കാരണം മഹത്വം എവിടെയാണ് ഉള്ളത്? മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉണ്ട്. ഒരിക്കൽ കൂടെ, മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉള്ളത് കൊണ്ട് 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ കിടല്. വീണ്ടും എഴുന്നേറ്റാട്ടെ, വീണ്ടും അധ്വാനിച്ചാട്ടെ.